അമ്മയ്ക്കല്ലേ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അർച്ചനടുത്ത് എന്നേ ഞങ്ങളെ കാണാൻ വന്നേനെ. വന്നല്ലോ മോളെ, ഞാൻ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇനിയും ഈ അടുത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു മനോരോഗത്തിനും വിട്ടുകൊടുക്കാതെ എന്റെ അമ്മയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഞാനൊന്ന് ഇറങ്ങട്ടെ. സച്ചേട്ടൻ വന്നിട്ട് പോവാം. വേണ്ട, പോവാൻ കുറച്ച് തിരക്കുണ്ടേ. ചേച്ചി നാളെ വരത്തില്ലേ? വരും. എന്താമ്മായി, സുഖല്ലേ? എന്താടി, നിനക്കിതിനകത്ത് എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ആണോ? നീ എന്നെ ചീത്ത പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. മൂർത്തി, എന്ത് വേണമെന്ന് മാഡം പറഞ്ഞാ മതി. സത്യം തുറന്നു പറയാന്ന് സമ്മതിക്കുന്നത് വരെ രണ്ടെണ്ണത്തിനും പച്ചവെള്ളം കൊടുത്തു പോരുത്. സുഗതൻ മേനോന്റെ രഹസ്യങ്ങൾ നിന്നെ കൊണ്ടൊക്കെ പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവരെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പറയണം സന്ദീപിനോട്. പറയാം മാഡം. അടിച്ചോ ഇടിച്ചോ ചവിട്ടിയോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ സുഗതൻ മേനോന്റെ വലിയ രഹസ്യം ഇവരെ കൊണ്ട് പറയിക്കണം. രണ്ടെണ്ണത്തിനോട് ഒരു ദയയും കാണിക്കരുതെന്ന് സന്ദീപിനോട് പ്രത്യേകം പറയണം. ശരി മാഡം. അനിരുദ്ധന്റെ കേസിലെ സാക്ഷി വിസ്താരം മറ്റന്നാള്. അയാളുടെ ഭാര്യ ലീലാവതിയെയും മകൾ കാഞ്ചനയും ഞാൻ പലതവണ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഫോൺ കണക്ട് ആവുന്നില്ല. അവർ രണ്ടുപേരും അവന്തിയുടെ വീട്ടിലാണ് താമസം എന്നാ കേട്ടത്. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, അവരെന്തിനാണ് ഈ കേസിലെ പ്രതിയായ അവന്തികയുടെ വീട്ടിൽ പോയി താമസിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കും അത് മനസ്സിലാവുന്നില്ല അളിയാ. അങ്ങനെയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് കിട്ടാതിന്റെ പിന്നിലും അവന്തിക തന്നെയായിരിക്കും. ആ വീട്ടിലവരുണ്ടോ എന്നൊരു പോലീസ് അന്വേഷണം നടത്തണം. സാക്ഷി വിസ്താരത്തിനെത്തിയ അവരെ ക്രോസ് ചെയ്യുമ്പോൾ സത്യം പുറത്തു വരുമെന്ന് അവന്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം അവരെ ഒളിപ്പിച്ചതാണെന്നും പ്രോസിക്യൂഷൻ സംശയമുണ്ട്. അവരുടെ ജീവന് ത്രട്ടനുണ്ടെന്നാണ് എന്റെ സംശയം. ചിലപ്പോ അവരെ ഒളിവിൽ താമസിപ്പിക്കാനോ അപായപ്പെടുത്താനോ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അളിയൻ ഒഫീഷ്യലായിട്ട് തന്നെ അന്വേഷിക്കാൻ പറയണല്ലേ? അതെ. വിചാരണയ്ക്ക് മുമ്പ് അവരെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കണം. സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ അവരുണ്ടാവണം. ആ ചുമതല ഞാൻ അളിയനെ ഏൽപ്പിക്കാം. അളിയൻ ധൈര്യമായിട്ടിരിക്കും. സാക്ഷി വിസ്താരത്തിനുള്ള നടപടിയായിട്ട് മുന്നോട്ട് വയ്ക്കോ. സാക്ഷിയെ വിളിക്കുമ്പോ അവര് രണ്ടുപേരും കോടതിയിലുണ്ടാവും. അത് ഞാൻ ഏറ്റു. ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ശരി ശരി. എന്താ അമ്മായി, ആ രാജീവിന് നിങ്ങളോട് ഇത്ര താല്പര്യം? രാജീവാണോ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? അയാള് തന്നെ ആയിരിക്കും ഏട്ടത്തി. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് വെപ്രാളപ്പെട്ട് ഇവരെ തേടി അയാള് വരില്ലല്ലോ. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും വാ തുറന്ന് സത്യം പറഞ്ഞ ജീവനെങ്കിലും ഞാൻ തിരിച്ചു തരും. ഇനി പറ, ആരായി സുഗതൻ മേനോ? എന്റെ പൊന്നു മോളെ,
ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടാ. ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഇട്ട് കൊന്നാലും ഇതിനപ്പുറം ഒരു ഉത്തരം ഞങ്ങൾക്ക് പറയാനില്ല. എങ്കിൽ പിന്നെ കേസ് തീരുന്നവരെ രണ്ടെണ്ണോ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും അല്ലേ മാഡം? എന്താ സംശയം? സത്യം പറയാതെ രണ്ടെണ്ണത്തിനെ ഇനി പുറം ലോകം കാണിക്കുന്ന പ്രശ്നമില്ല. ഈ കേസിന്റെ മാമാങ്കം കഴിയുന്നത് വരെ രണ്ടെണ്ണവും ഇരുട്ടറയിൽ തന്നെ കഴിയും. ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ച തീർത്ത് കളഞ്ഞേക്ക് രണ്ടിനെ. അവസാനമായിട്ട് ഒരു ചാൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വയസ്സായി, ജീവിതവും അവസാനിക്കാൻ പോവാ. അതുപോലെ അല്ല ഇവള്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇവളെ തീർക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഈ സുഗതൻ മേനോനും അമ്മാവനും തമ്മിലുള്ള ബന്ധം എന്താ? എനിക്കൊന്നും അറിയില്ല മോളെ. എന്റെ അമ്മാവൻ ജീവിച്ചിരുന്നപ്പോ പോലും ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ അമ്മ ഇവരോട് ഇതൊക്കെ പറയുന്നേ? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെ ശവം കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ ഇവര്. ഡീ